ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഒരു മഹാവിപത്തായിട്ട് മാറിയിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാരും ഇന്ന് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് രാസപദാർത്ഥങ്ങളെയാണ്. രാസലഹരി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഇന്ന് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർമാർ സാധാരണ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന നാർക്കോട്ടിക്സ്, അതുപോലെ തന്നെ സ്റ്റിമുലൻസ്, അതുപോലെ തന്നെ ഡോക്ടർമാർ രോഗികളെ ബോധം കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഇന്ന് രാസലഹരിയായിട്ട് നമ്മുടെ യുവജനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും ഉപയോഗിക്കുകയാണ്. പല രാസപദാർത്ഥങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. MDMA എന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ LSDയെ പറ്റി കേട്ടിട്ടുണ്ട്. കെറ്റമിൻ എന്ന മറ്റൊരു പദാർത്ഥമുണ്ട്. ഇങ്ങനെ പല രാസപദാർത്ഥങ്ങളും ലഹരിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരോഗ്യപരമായി വളരെ ഗൗരവമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് പെട്ടെന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്, ദീർഘകാലമായിട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രശ്നം പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാനും ചിലപ്പോൾ മരിക്കാനും കാരണമാകുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ലഹരി മരുന്നുകൾ സാധാരണ ഡോക്ടർമാർ ഉപയോഗിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡോസ് അനുസരിച്ചാണ് അവർ കുത്തിവെക്കുന്നത്. പക്ഷേ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡോസ് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ചിലപ്പോൾ മരുന്നിൻ്റെ അളവ് കൂടാം. രണ്ടാമതായിട്ട് നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ ആ ലഹരി കിട്ടണമെങ്കിൽ കൂടുതൽ രാസപദാർത്ഥം ഉപയോഗിച്ചാലേ അതേ ലെവലിലുള്ള ലഹരി കിട്ടുകയുള്ളൂ. അപ്പോഴവരത് ഓവർ ഡോസിൽ കുത്തിവെക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ കുത്തിവെക്കുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഓവർ ഡോസായിട്ട് മരുന്ന് ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശ്വാസകോശം പെട്ടെന്ന് നിൽക്കുകയും പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹാർട്ട് ചിലപ്പോൾ പെട്ടെന്ന് നിൽക്കാം. അതായത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് ഹൈപ്പർ തെർമിയ എന്നൊരു അവസ്ഥ ഉണ്ടാകാം. അത് MDMA എന്ന രാസപദാർത്ഥം ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ശരീരത്തിൻ്റെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ തെർമിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ദീർഘകാലമായിട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനൊരു ആസക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ രാസപദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നു. കൂടുതലായിട്ട് ഉപയോഗിച്ചാലേ സെയിം ലെവലിലുള്ള ലഹരി ആ മനുഷ്യന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് ശരീരം ഒരു ആസക്തി പോലെ ആ പദാർത്ഥത്തോടുണ്ടാകുന്നു. പദാർത്ഥം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണം എന്നൊരു തോന്നലുണ്ടാകുന്നു. അതിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അപകടകരമായ ഒരവസ്ഥ വിധേയത്വം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് അഡിക്ഷൻ ഉണ്ടാകുന്നു. അതായത് ഈ രാസലഹരി നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ശരീരം വീണ്ടും അത് ആവശ്യപ്പെടുകയും ആ ലഹരി പദാർത്ഥം ലഭിക്കാതെ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ ലഹരി പദാർത്ഥങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അപകടവും ഈ അഡിക്ഷൻ തന്നെയാണ്. പല ആരോഗ്യ പ്രശ്നങ്ങളും വേറെ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇതുകൊണ്ട് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ രാസപദാർത്ഥങ്ങളൊക്കെ കുത്തിവയ്പ്പായിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് നൽകുന്നത്. അപ്പോൾ പലപ്പോഴും ഈ യുവജനങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് ഉപയോഗിച്ച നീഡിൽ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി കുത്തിവെക്കാൻ ചിലപ്പോൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. HIV പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. HIV ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഡ്രഗ് അബ്യൂസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ HIV ഉണ്ടാകുന്നവരുടെ എണ്ണം ഈ അടുത്ത കാലത്തായി വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളൊരു ഇൻഫെക്ഷൻ ഉണ്ടാകാം. അതായത് കരളിനെ ബാധിക്കുന്ന വൈറസ് രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് ഹെപ്പറ്റൈറ്റിസ് C. വളരെ ഗൗരവമായ മഞ്ഞപ്പിത്ത രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് Bയും ഹെപ്പറ്റൈറ്റിസ് Cയും. അത് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഹാർട്ടിൻ്റെ എൻഡോകാർഡിയത്തിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം. അതിനെ എൻഡോകാർഡൈറ്റിസ് എന്നാണ് പറയുന്നത്. അതും വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു രോഗാവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപകടം ഇത് വിട്രോവൽ സിംറ്റം അല്ലെ പിന്മാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഡ്രഗ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെ കുറച്ച് നാൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നിർത്താൻ പറ്റാതെ വരും. നിർത്തിക്കഴിഞ്ഞാൽ അത് പല രോഗങ്ങളായിട്ടാണ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അവർക്ക് തലവേദന വരാം, വയറ്റുവേദന വരാം, അവർക്ക് മലബന്ധം വരാം, അവർക്ക് ഛർദി വരാം, കൂടുതൽ വിശപ്പ് വരാം, ഉറക്കമില്ലായ്മ വരാം, പെട്ടെന്ന് ദേഷ്യം വരാം. ഇങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ വിട്രോവൽ സിംറ്റംസ് മൂലം ഉണ്ടാകുന്നത്. പിന്നെ ചിലപ്പോൾ ഇവർ പെട്ടെന്ന് വയലൻ്റ് ആവും. ഈ രാസപദാർത്ഥങ്ങൾ ലഹരിയായിട്ട് ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് വയലൻ്റ് ആവും.
പെട്ടെന്ന് അവരപ്പോൾ അമ്മയോടോ അച്ഛനോടോ അവർ ദേഷ്യപ്പെട്ടെന്നിരിക്കും, അല്ലെ കുറ്റകൃത്യം ചെയ്തെന്നിരിക്കും, അവരുടെ ടീച്ചേഴ്സിനോട് അവർ ചിലപ്പോൾ പെട്ടെന്ന് വഴക്കുണ്ടാക്കിയെന്നിരിക്കും, പുറത്ത് മറ്റുള്ളവരുമായിട്ട് ചിലപ്പോൾ വഴക്കുണ്ടാക്കിയെന്നിരിക്കും. അത് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പിന്നെ അവർക്ക് പലതരത്തിലുള്ള സൈക്കാട്രിക് പ്രോബ്ലംസ് ഉണ്ടാകാം. ഇങ്ങനെയുള്ള പലർക്കും ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്. അതൊരു മാനസിക രോഗ അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ രാസപദാർത്ഥങ്ങൾ ലഹരിയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് സൂയിസൈഡ് ടെൻഡൻസി, അതായത് ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ആത്മഹത്യാ പ്രവണത കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യുവജനങ്ങളും സ്കൂൾ കുട്ടികളും ഒക്കെ ഈ രാസലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വളരെ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്യുന്നത്. സ്കൂളിൽ അത് ടീച്ചർ വഴക്ക് പറഞ്ഞതിന് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാം, അല്ലെ അമ്മ മൊബൈൽ ഫോൺ മേടിച്ചു വെച്ചതിന് ആത്മഹത്യ ചെയ്യാം, മൊബൈൽ ഫോൺ മേടിച്ച് കൊടുക്കാത്തതിന് ആത്മഹത്യ ചെയ്യാം, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ വളരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവർ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ യുവജനങ്ങളും കുട്ടികളും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ്. അവർക്ക് ഒരിക്കലും അതിനകത്തുനിന്ന് കരകയറാൻ പറ്റത്തില്ല, അതിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. ഒരു അഗാധ ഗർത്തത്തിൽ വീണ പോലെയുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, ജീവിതത്തിൽ ഒരിക്കലും അത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നമ്മുടെ യുവജനങ്ങളും സ്കൂൾ കുട്ടികളും ചെയ്യേണ്ടതാണ്. ഒരിക്കലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ആ ലഹരി പദാർത്ഥത്തിന് തന്നെയുണ്ട്. അതിനെയാണ് നമ്മൾ ലഹരി അല്ലെങ്കിൽ ആസക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇവ ഉപയോഗിക്കരുത്. ഇങ്ങനെ ഉപയോഗിച്ച് അതിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അഡിക്ഷൻ സെന്റർ ഉണ്ട്. അതായത് ഗവൺമെന്റ് തന്നെ ഡി അഡിക്ഷൻ സെന്റർ നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഓരോ ജില്ലയിലും ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രിയിൽ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഡ്രഗിനും അതുപോലെ തന്നെ നിക്കോട്ടിനും അല്ലെ ആൽക്കഹോള് നിന്നൊക്കെ രക്ഷ നേടാനുള്ള മാർഗങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ഒരു MBBS ഡോക്ടർ ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവിടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, അവർക്ക് കൗൺസിലിംഗ് ഉണ്ട്, സൈക്കോ തെറാപ്പി ഉണ്ട്. ഇങ്ങനെ പല മാർഗങ്ങളിൽ കൂടിയും ലഹരിക്ക് അടിമയായിട്ടുള്ള ആളിനെ തിരിച്ച് നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഡി അഡിക്ഷൻ സെന്ററിൽ നടക്കുന്നത്. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും അത് തന്നെ ഉപയോഗം നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡി അഡിക്ഷൻ സെന്ററിനെ സമീപിക്കുക. പ്രൈവറ്റ് ആയിട്ടും അങ്ങനെയുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ ധാരാളമായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ നമ്മൾ രാസപദാർത്ഥങ്ങളെ ലഹരിക്ക് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കരുത്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അവർ തന്നെ അവരുടെ ജീവിതം നശിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ വിലപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.